ഒരുപാട് ആഗ്രഹങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പവിത്രമായ ദിവസം അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു കൊടുക്കുന്നത്. 1300 വർഷം ജീവിച്ച മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, 1000 വർഷം ജീവിച്ച മഹാനായ ആദം നബി അലൈഹിസ്സലാം, 100ാമത്തെ വയസ്സിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമുണ്ടായത്. അതേപോലെ 500ഉം 1000ഉം വർഷം ജീവിച്ച മഹാന്മാരായ അമ്പിയാക്കളുടെ സമൂഹവും 60ഉം 70ഉം ജീവിക്കുന്ന എന്റെ സമൂഹത്തിന്റെയും നന്മകളും നോക്കുമ്പോ എന്റെ സമൂഹം ഒരുപാട് താഴെയായിരിക്കുമല്ലോ എന്നൊരു പേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബാക്കൾക്കും ഉണ്ടായി. ഇന്നലിൽ ജന്നതി 100 ദറജ, സ്വർഗ്ഗം 100 തട്ടാണ്, 100 ദറജകളാണ്. ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആളുകളാണ് അതിന്റെ ഉന്നതമായ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നത്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. നമ്മളിൽ ഏറ്റവും നല്ലവനാരാണ്, നമ്മളിൽ ഏറ്റവും നല്ലവൻ ആരാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക? നമ്മളിൽ ഏറ്റവും വയസ്സുള്ള ആൾ ആരാണ് എന്ന് നമ്മൾ നോക്കണം. വഹസുന അമലു, എന്നിട്ട് അദ്ദേഹത്തിന്റെ വയസ്സിനനുസൃതമായി അദ്ദേഹം നന്മ ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമ്മളിൽ ഏറ്റവും നല്ലവനവനാണ്. ഈ ഒരു ഹദീസ് വെച്ച് നോക്കുമ്പോ നമ്മുടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്ത് നാളെ സ്വർഗീയ ലോകത്ത് 100 തട്ടുകളിൽ 1300ഉം 3000 കണക്കിന് വർഷമൊക്കെ ജീവിച്ച ആളുകളുണ്ടാകും. ഈ 60 വർഷം ജീവിച്ച നമ്മൾ ഒരുപാട് താഴെയായിരിക്കുമെന്നൊരു വിഷമം നിങ്ങൾക്ക് വിഷമം വേണ്ട. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനും അതിനെ മറികടക്കാനും ഒരു പ്രതിവിധി അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. 83 വർഷം അമൽ ചെയ്ത പ്രതിഫലം ഒരൊറ്റ ഒരു രാത്രി കൊണ്ട് ഞാൻ തരാമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇനി എന്താണ് നമ്മൾ നന്മ ചെയ്യേണ്ടത്? 21 മുതൽ 22ഉം 23ഉം 24ഉം 25ഉം ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ മാത്രം ചുരുക്കാതെ എല്ലാ ദിവസങ്ങളിലും അള്ളാഹുവിന് വേണ്ടി പ്രത്യേകമായ ചില നന്മകൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എന്നാലേ പരിശുദ്ധമായ റമദാൻ ഇവിടെ പറഞ്ഞു പെരുന്നാളാകുമ്പോഴേക്കും നമ്മൾക്കൊരു തൃപ്തി ലഭിക്കുകയുള്ളൂ. ലൈലത്തുൽ ഖദ്ർ ലഭിച്ചു എന്നുള്ളൊരു തൃപ്തി ലഭിക്കണമെങ്കിൽ ഈ 10 ദിവസങ്ങൾ നമ്മളൊന്ന് അധ്വാനിക്കണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. ഇനിയുള്ള 10 ദിവസമാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട സമയമാണ്. പരിശുദ്ധമായ ഖുർആനിൽ മുഴുകേണ്ട സമയമാണ്. ദിക്റുകൾ സമയം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയമാണ്. സ്വതക്കകളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ സംഭാവനകൾ എല്ലാം അള്ളാഹുവിനും ദീനിനും വേണ്ടി സമർപ്പിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് എല്ലാ രാത്രികളിലും ഇന്നു മുതൽ വരാനിരിക്കുന്ന ഓരോ രാത്രികളിലും ഒരു 100 രൂപ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്, ഏതെങ്കിലും നാട്ടിലുള്ള അനാഥരായ ആളുകൾക്ക്, ഏതെങ്കിലും മശരണരായ ആളുകൾക്ക്, സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ വക ഒരു 100 രൂപയെങ്കിലും നമ്മൾ മാറ്റിവെച്ചേക്കണം. നമ്മുടെ SKSSFന്റെ പ്രവർത്തകർ കാസർഗോഡ് ജില്ലയിൽ തന്നെ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. പാവങ്ങളായ ആളുകളെ തേടി പിടിച്ചു പോയിക്കൊണ്ടവർക്ക് ആവശ്യമായ ചെലവുകൾ, അവർക്ക് ആവശ്യമായ തുകകൾ നൽകുകയാണ്. അത് കുട്ടിഘോഷിച്ചിട്ടോ പത്രങ്ങളിൽ ഏതെങ്കിലും കൊടുത്തിട്ടോ വല്ല സഹായങ്ങൾ നൽകുന്നത്. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി സഹചാരി ഫണ്ടുകൾ, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ SKSSFന്റെ പ്രവർത്തകർ. അപ്പൊ ഓരോ രാത്രികളിൽ എന്റെ വക ഒരു 1000 രൂപ ഞാൻ SKSSFന് വേണ്ടി മാറ്റിവെക്കുകയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ ഒരു തുകയുമായി നമ്മൾ വരികയാണ്. അങ്ങനെ വന്നാൽ അവസാനം 10 ദിവസം നമ്മൾ ഉറപ്പിക്കാം, 83 വർഷം ഞാൻ 1000 രൂപ കൊടുത്ത പ്രതിഫലം അള്ളാഹു എനിക്ക് നൽകുമെന്നൊരു പ്രതീക്ഷ നമ്മൾക്ക് ലഭിക്കും. ഇത് പോയി. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ഓരോ രാത്രികളും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് വേണ്ടി ഒരു 100 രൂപ നമ്മൾ ചെലവഴിക്കണം. കഴിയുന്ന ആളുകൾ സാമ്പത്തികമായി വല്ലാതെ അവസ്ഥയാണ്, 10 രൂപയെങ്കിലും അള്ളാഹു നിങ്ങളിൽ നന്മയുള്ള ആളുകൾ, നിങ്ങളുടെ മനസ്സിൽ നല്ല മനസ്കരായ ആളുകൾ,
കണ്ണിലുള്ള ആളുകൾ, വിശാല മനസ്കതയുള്ള ആളുകൾ. സത്യം ചെയ്യാൻ പാടില്ല. സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞു, വല്ലാഹ് ഇനി ഞാനൊരു സഹായം പോലും ചെയ്യില്ലെന്ന്. അങ്ങനെ സത്യം ചെയ്യരുത്. നിങ്ങൾ ആളുകളോട് വിട്ടുവീഴ്ച ചെയ്തേക്ക് എന്ന് മഹാന്മാരായ സിദ്ദീഖ് തങ്ങളോട് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ആരാണ് മറ്റുള്ള മാപ്പ് നൽകുന്നത്? അവർക്ക് അല്ലാഹുവിന്റെ മാപ്പുണ്ടാകുമെന്നാണ്. അല്ലാഹു പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ, വലൗ യുആഖിദുല്ലാഹു الناس ബിഹിം, അല്ലാഹു ഒരാളെ ചെയ്യുന്ന കാരണം അല്ലാഹു ഒരാളെ ചെയ്യാൻ പാടില്ല. വൽമായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ഭാരം കാരണം അല്ലാഹു നമ്മൾക്ക് ശിക്ഷകൾ ഇറക്കുമായിരുന്നുവെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബ, ഭൂമിയിലൊരു മൃഗപോലും അല്ലാഹു ബാക്കി വെക്കുമായിരുന്നില്ല. മനുഷ്യന്മാര് ചെയ്യുന്ന തെറ്റ് കാരണം ഏതെങ്കിലും മൃഗത്തെയോ അല്ലെങ്കിൽ സമൂഹത്തെയോ അല്ലാഹു നശിപ്പിക്കുമായിരുന്നുവെങ്കിൽ ഒരാളും ഇവിടെ ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഞാൻ മാപ്പ് നൽകുന്നവനാണ്, ഞാൻ അഫ്വ് ചെയ്യുന്നവനാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് കാരണം മഹാനായ മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ലയൽഅനുൽ ബഹാഇം അൽ ഉസാദ്, മനുഷ്യന്മാരായ ദോഷികളായ ആളുകളെ നാട്ടിലുള്ള മൃഗങ്ങൾ വരെ ശപിക്കുമെന്നാണ്. നമ്മളൊരു തെറ്റ് ചെയ്തു, മഴ ഇങ്ങനെ നീണ്ടുപോവാൻ, മഴ വരുന്നില്ല. മഴ ലഭിക്കേണ്ട സമയത്ത് മഴ ലഭിക്കാത്തൊരവസ്ഥ വന്നാൽ, അതേപോലെ അവർക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തൊരവസ്ഥ മൃഗങ്ങൾക്കുണ്ടായാൽ, അവര് ദോഷികളായ ആദം സന്തതികളെ ശപിക്കുമെന്ന് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം മഴയ്ക്ക് തേടി വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്താണ് എല്ലാവരെയും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാവരെയും ഒരു മൈതാനിയിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നത്. അതിൽ ജിന്ന് വർഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, നാൽക്കാലികളുണ്ട്, എല്ലാം കൂടി. അപ്പോഴേക്കും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇനി നിങ്ങൾ പോയേക്കൂ. അല്ലാഹു അയാളെ ഉയർത്തുകയാണ്. വിനയം കാണിക്കും തോറും അല്ലാഹു ഒരാളെ ഉയർത്തി കൊണ്ടുപോവുകയാണ്. എത്രത്തോളം വിനയം മറ്റൊരാൾക്ക് മുമ്പിൽ നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ സ്ഥാനം വർദ്ധിക്കുമെന്നാണ്. നമ്മൾ അഹങ്കാരത്തോടെ ആർക്ക് മുമ്പിൽ ഞാൻ സ്ഥാനം കൊടുക്കൂല എന്ന് മസിൽ പിടിച്ച് നിൽക്കാനാണ് നീ തയ്യാറാവുന്നതെങ്കിൽ നിന്റെ നാശം അടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. നമ്മൾ ഒരാൾക്ക് താണ് കൊടുക്കാൻ തയ്യാറായാൽ അല്ലാഹു നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉയർത്തും. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് വരികയാണ് എന്തോ ഒരു വസ്തു വാങ്ങാൻ വേണ്ടി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് വന്നു. തന്റെ പോക്കറ്റിൽ കൈയിട്ടു ദീനാറുകൾ എടുക്കാൻ നിൽക്കുമ്പോഴാണ് പൈസ കാണുന്നില്ല, കയ്യിൽ പൈസ ഇല്ല. വീട്ടിൽ നിന്ന് തുകയുമായി വന്നതാണ്. വഴിക്ക് വെച്ച് ആരോ കിഡ്നാപ്പ് ചെയ്തു, വഴിക്ക് വെച്ച് ആരോ പോക്കറ്റടിച്ചു, കയ്യിൽ പൈസ ഇല്ല. അപ്പോഴേക്കും നാട്ടുകാരെല്ലാം പറഞ്ഞു, മോഷ്ടാവായ ആളുകൾക്കെതിരെ നാട്ടുകാരെല്ലാം ദുആ ചെയ്യാൻ തുടങ്ങി. അയാൾ നശിക്കട്ടെ. ആരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അഖ്മുസാഹു, അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ സ്വർഗ്ഗത്തിലാണ് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു മഹാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സമ്പത്താണ് മോഷ്ടിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു മോഷണത്തിൽ പെട്ടപ്പോൾ നാട്ടുകാരൊക്കെ ഇതറിഞ്ഞു. നാട്ടുകാർ ദുആ ചെയ്തു, കള്ളനെതിരെ ദുആ ചെയ്ത് അയാൾ നശിച്ചു പോവട്ടെ, അയാൾ തുലഞ്ഞു പോവട്ടെ എന്ന് ദുആ ചെയ്തു. അപ്പോഴാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്, അങ്ങനെയല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയല്ല നിങ്ങൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യേണ്ടത് ആ രീതിയിലല്ല. ഇൻ കാന ഹമലഹു അലാ അഖ്ദിഹാ ഹാജ, ആ മോഷ്ടാവ് എന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോയതിൽ വല്ല ആവശ്യവും ആ മോഷ്ടാവിനുണ്ടെങ്കിൽ ഫബാരിക് ലഹു ഫീ, അല്ലാഹുവേ അയാളുടെ സമ്പത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കേട്ടോ, മോഷ്ടാവ് പൈസ കൊണ്ട് കട്ടുപോയി, പിന്നെ ദുആ എന്താ? അല്ലാഹുവേ എന്നാൽ ഇന്ന മോഷ്ടാവ് എന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോയതിൽ അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പടച്ച റബ്ബേ ഫബാരിക് ലഹു ഫീഹാ, അതിലവന് ബറക്കത്ത് ചെയ്യണം, ആ സമ്പത്തിൽ അവന് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. وإن كان حملته جراءة على الذنوب,
തെറ്റ് ചെയ്യാനും അള്ളാഹുവിനോടുള്ള ധിക്കാരവുമാണ് തെറ്റ് ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചതെങ്കിൽ, അള്ളാഹുവിനെ പേടിയില്ലാതെ അഹങ്കാരമാണ് മോഷണം നടത്താൻ അയാളെ പ്രേരിപ്പിച്ചതെങ്കിൽ, ഫജ്അൽ ആഖിറ ദുനൂബി, അവന്റെ അവസാനത്തെ തെറ്റാക്കണേ അല്ലാഹ്, അവന് നന്നാവാനുള്ള അവസരം നൽകണേ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. നമ്മൾ എന്താ ദുആ ചെയ്യാ? വരുന്ന വഴിക്ക് മൊബൈൽ പോക്കറ്റ് അടിച്ചു, ഒരു ഐഫോണൊക്കെ വാങ്ങി ചങ്ങാതിമാർക്കൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ ഐഫോൺ ഒക്കെ വാങ്ങി എന്ന് പറഞ്ഞ് കാണിക്കാൻ വന്നതാണ്. പഠിച്ചോനെ ഓൺ ദി വേ ആരോ പോക്കറ്റ് അടിച്ചു. നമ്മൾ വരുന്ന വഴിയിൽ നമ്മൾക്ക് എന്തൊക്കെ ദുആ ചെയ്യാൻ പറ്റും അതൊക്കെ ദുആ ചെയ്യൂല. അല്ലാഹു കൊന്നു കളയണം, നശിപ്പിക്കണം, എന്തൊക്കെ ദുആ ചെയ്യും നമ്മൾ. പക്ഷേ അള്ളാഹുവിനെ പിടിക്കുന്ന, അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ മാപ്പും ആഗ്രഹിക്കുന്ന ഒരാളങ്ങനെ ദുആ ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മൾ അഫ്വ് ചെയ്യും. ഇദ്ദേഹം എന്താ ദുആ ചെയ്തത്? അള്ളാഹു അയാളുടെ സമ്പത്തിൽ നീ ബറക്കത്ത് ചെയ്യേ, അയാൾ നിന്നോടുള്ള ധിക്കാരമാണ് എങ്കിൽ അയാളുടെ അവസാനത്തെ തെറ്റാക്കി ഇനി അയാൾക്ക് തെറ്റ് ചെയ്യാൻ നീ അവസരം കൊടുക്കരുത് എന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാൻ. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദിജ്ലയുടെ തീരത്തിലൂടെ നടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ട് കൂടെ. നടന്നു പോകുമ്പോഴാണ് ഒരു ചങ്ങാടത്തിൽ, ഒരു ബോട്ടിൽ അല്പം ചില ചെറുപ്പക്കാര് പാട്ടുപാടി മ്യൂസിക്കുകളൊക്കെ കള്ളു കുടിച്ചും മ്യൂസിക്കുകളും പാട്ടുമായി അർമാദിച്ച് നടന്നു പോകുന്നത്, ബോട്ടിലൂടെ സഞ്ചരിക്കുന്നത്. കാറിലൊക്കെ അല്ല വമ്പൻ സൗണ്ടിലൊക്കെ പാട്ട് വെച്ച് പോകുമ്പോ അവര് വിചാരിക്കുക നമ്മൾ ഭയങ്കര സംഭവമായി എന്നാണ്, അല്ലെ? അങ്ങനെയല്ല ആള്, അതിന്റെ ഉള്ളിലുള്ള ആള് വിചാരിക്കുക ഞാൻ ഭയങ്കര സംഭവമാണെന്നാണ്. പക്ഷെ ഈ പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ആളുകൾ ഇവരെ കാണാൻ, ഏതാണ് ഈ ചങ്ങാതി, ഏതാണ് ഈ വിഡ്ഢി, അങ്ങനെ ആളുകൾ അയാളെ കാണുക. പക്ഷെ ഇവർക്കത് തിരിച്ചറിയുന്നില്ല. ഇവിടെ ചെറുപ്പക്കാരൊക്കെ ഓവർ മോഡലായി നടക്കാറുണ്ടല്ലോ, അല്ലെ? വൃത്തികെട്ട വസ്ത്രങ്ങള്, വൃത്തികെട്ട ഹെയർ സ്റ്റൈൽ, ഇതൊക്കെ നടക്കുമ്പോൾ ഇവർക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര സംഭവമാണെന്നാണ്. പക്ഷെ ഇത് കാണുന്ന ആളുകൾ വളരെ വളരെ നിസ്സാരമായിട്ടാണ് ഇവരെ കാണുന്നത്. എന്താണ് ചങ്ങാതി, ബുദ്ധി എത്തിയിട്ടില്ലേ എന്ന ചിന്തയിൽ ആളുകൾ ശ്രദ്ധിക്കുക. അത് ഈ ചങ്ങാതിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ദിജ്ലയുടെ തീരത്തുകൂടെ മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് അല്പം ചെറുപ്പക്കാര്, 5-6 ചെറുപ്പക്കാർ ഒരു ചങ്ങാടത്തിലൂടെ, ഒരു ബോട്ടിലൂടെ പാട്ടുപാടി കള്ളു കുടിച്ച് അർമാദിച്ച് ഒച്ച വെച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദേ ഇവർക്കെതിരെ ദുആ ചെയ്യണം ഉസ്താദേ, ഇവരാണ് നാട്ടിലെ കുഴപ്പക്കാർ, ഇവരാണ് തറാവീഹ് നടക്കുമ്പോ അങ്ങാടിയിൽ ഇരുന്നിട്ട് കമന്റ് അടിക്കുന്നതും സംസാരിക്കുന്നതും ഇവരാണ്. തറാവീഹ് നടക്കുമ്പോ 8, 10, 12, 16 റക്അത്തായാലേ ഇവർക്ക് പള്ളിക്ക് വരാൻ സമയം ലഭിക്കുന്നുള്ളൂ, അല്ലെ? വയസ്സന്മാരായ ആളുകളൊക്കെ മഗ്രിബിന് തന്നെ വന്നുകൊണ്ട് നിസ്കരിച്ചു, തറാവീഹ് കഴിഞ്ഞു. അതിനുശേഷം പ്രഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി കേട്ടിട്ടേ വയസ്സന്മാരായ വൃദ്ധരായ ശാരീരികമായി ശുഷ്കിച്ചുപോയ ആളുകൾ ചെയ്യാറുള്ളൂ. എന്നാൽ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, നല്ല നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ തറാവീഹ് 12 റക്അത്ത് കഴിയാതെ പള്ളിയിലേക്ക് എത്താറില്ല. ഇനി സലാം വിട്ടിയാലോ പിന്നെ ഒരൊറ്റൊരു ഓട്ടമാണ്. ചെറുപ്പക്കാരാ, ഈ ആരോഗ്യം അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചേക്ക്. ഇന്ന് നീ ചെയ്യുന്ന നന്മകൾ നാളെ നിനക്ക് കണ്ടുമുട്ടാൻ പോവാണ്. നിന്റെ യുവത്വം നീ സുന്നത്തിനും നന്മയ്ക്കും വേണ്ടി ചെലവഴിച്ചു. ഒരുപക്ഷെ 40 വയസ്സാകുമ്പോഴേക്കും നീ ഒരു കിടത്തത്തിലായി എന്ന് സങ്കല്പിക്കുക. നിന്റെ പ്രായപൂർത്തിയെത്തിയത് മുതൽ 40 വയസ്സ് വരെ നീ നന്മ ചെയ്തു, നീ സുന്നത്തുകൾ ചെയ്തു, എല്ലാ നന്മകളും ചെയ്ത് ജീവിച്ച നീ 40 ആകുമ്പോഴേക്കും എന്തോ ഒരു അപകടത്തിലൂടെ കിടത്തത്തിലായി. പിന്നെ 4, 5, 10 വർഷം കിടപ്പിലാണ്. പക്ഷേ നിസ്കരിക്കാതെ, സുന്നത്ത് നിസ്കരിക്കാതെ, ഖുർആൻ ഓതാതെ അള്ളാഹു നിനക്ക് വെറുതെ ഓശാരമായി നന്മകൾ ചെയ്യുമെന്ന്, നന്മകൾ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കിടന്നിട്ട് നിസ്കരിക്കാനോ എണിക്കാനോ കഴിയാതിരിക്കുമ്പോ അള്ളാഹു നോക്കുക നിന്റെ യുവത്വത്തിലേക്കാണ്. യുവാവായിരിക്കെ നീ നന്മ ചെയ്തിട്ടുണ്ടോ? പള്ളിയിൽ പോയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇയാൾക്ക് ഇപ്പൊ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആ നന്മകളൊക്കെ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഇങ്ങോട്ടേക്ക് മാറ്റാൻ, ഡൈവേർട്ട് ചെയ്യാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ യുവത്വം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു ഇവർക്കെതിരെ ദുആ ചെയ്യണമെന്ന്. അപ്പോഴേക്കും അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുമ്മ കമാ ഫർഹ്തഹും ഫിദ്ദുനിയ ഫഫദ്ദിഹും ഫിൽ ആഖിറ. അല്ലാഹുവേ, ഇവർക്ക് ദുനിയാവിൽ നീ സന്തോഷം നൽകിയതുപോലെ ആഖിറത്തിലും നീ സന്തോഷം നൽകണേ അല്ലാഹ് എന്നുള്ളൊരു ദുആ മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാണ്. മുതല്ലിമീങ്ങൾ ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്യാനല്ല പറഞ്ഞത്, ഇവരൊന്ന് നശിച്ചു പോവാൻ വേണ്ടിയാ ദുആ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു ഈ ദുആ, اللهم كما فرحتهم في الدنيا ففدحهم في الآخرة. അല്ലാഹുവേ, ദുനിയാവിൽ ഇവർ സന്തോഷിച്ച് നടക്കുന്നത് പോലെ
ആഖിറത്തിലും ഇവർക്ക് നടക്കാനുള്ള സൗഭാഗ്യം നൽകണമെന്നൊരാൾ ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആ സ്വീകരിച്ചാൽ ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു അഅറാബി വരികയാണ്. സ്വഹാബാക്കളൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന് അല്പം വിദൂരമായിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തണലിൽ കിടന്നുറങ്ങുന്ന സമയത്ത് തന്റെ വാള് മരത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. തന്റെ വാള് മരത്തിൽ തൂക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കിടന്നുറങ്ങാണ്. അപ്പോഴേക്കും ഒരു അഅറാബി, ഒരു കാട്ടറബി വന്നു, വാള് കയ്യിൽ പിടിച്ചു, വാൾ ഉറയിൽ നിന്നൊക്കെ ഊരി, എന്നിട്ട് ഹബീബിനെ തൊട്ടുണർത്തി, മയ്യംനഉക മിന്നി, ആരാണ് താങ്കളെ എന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുക? ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാൻ, ഞാൻ നിങ്ങളെ വധിക്കാൻ പോവാൻ, നിങ്ങളെ ആര് രക്ഷപ്പെടുത്തുമെന്ന് പടച്ച അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുക. സ്വഹാബാക്കളൊക്കെ അകലെ കിടന്നുറങ്ങാൻ, അവർക്കൊരു വിവരവും അറിഞ്ഞിട്ടില്ല. നമ്മൾ എന്താ പറയാ? നമ്മൾ കുറച്ച് മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞ് കാലിൽ വീഴും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹ് എന്നെ രക്ഷിക്കാൻ അല്ലാഹു ഉണ്ട്. ഇത് കേൾക്കേണ്ട താമസം അഅറാബിയുടെ കരങ്ങളിൽ നിന്ന് വാള് താനെ നിലത്തേക്ക് വീഴുകയാണ്. അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹുവിനോട് നൽകിയ ഉപദേശം മറക്കാൻ പാടില്ല. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറായാൽ യഹ്ഫളുക, അല്ലാഹു നിന്നെയും സൂക്ഷിക്കും. അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നീ തയ്യാറാവണം. ഏകാന്തമായ സമയങ്ങളിൽ, ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ, ആരും കാണാത്ത സമയങ്ങളിൽ നീ ചിന്തിക്കണം, ഫഇന്നല്ലാഹ യറാനി, അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധം വേണം. നാട്ടുകാരുടെ മുമ്പിൽ നന്നായാൽ പോരാ, സമൂഹത്തിന്റെ മുമ്പിൽ നല്ല മനോഹരമായി മിനുക്കിയ ഇസ്തിരിയിട്ട വസ്ത്രം ധരിച്ച് നടന്നാൽ പോരാ. നമ്മുടെ ഏകാന്തത, നമ്മുടെ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളും നല്ലതായിരിക്കണം. അങ്ങനെ നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പടച്ച റബ്ബിനെ സൂക്ഷിക്കാൻ തയ്യാറായാൽ തെറ്റ് ചെയ്യാനുള്ള സുവർണാവസരങ്ങൾ നിന്റെ മുമ്പിലേക്ക് കടന്നു വരും. ഹറാമ് ചെയ്യാനുള്ള അവസരങ്ങൾ, വ്യഭിചരിക്കാനുള്ള അവസരങ്ങൾ, കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അഡിക്റ്റ് ആവാനുള്ള അവസരങ്ങൾ. ആ സമയത്ത് അല്ലാഹു എന്നെ കാണുന്നുണ്ടല്ലോ, ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും പടച്ച റബ്ബ് എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു ബോധം നിന്റെ ശരീരത്തിൽ, നിന്റെ മനസ്സിലുണ്ടായാൽ യഹ്ഫളുക, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിന്നെ സഹായിക്കാൻ അല്ലാഹു ഉണ്ടാകും. എന്ത് പ്രയാസം വന്നാലും നിന്നെ സഹായിക്കാൻ ആരുണ്ടാകും? പടച്ച റബ്ബുണ്ടാകും. അതാണ് ഊരിപ്പിടിച്ചു നിൽക്കുന്ന അഅറാബി അല്ലാഹുവിന്റെ ഹബീബിനൊന്ന് വെട്ടാനേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹ്. ഇത് കേൾക്കുമ്പോ തന്റെ കയ്യിൽ നിന്ന് വാള് താനെ താഴെ വീഴുകയാണ്. നമ്മൾ എന്താ ചെയ്യാ? ഉടനെ പെറുക്കിയെടുത്ത് നമ്മൾ വെട്ടൂലേ? റസൂലുള്ളാഹി തങ്ങൾ വാള് കയ്യിൽ പിടിച്ചു, എന്നിട്ട് ചൂണ്ടി ചോദിച്ചു, മയ്യംനഉക മിന്നി, ആരാണ് നിന്നെ എന്നിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെടുത്തുക? ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്. കൈ മലർത്തി അല്ലാഹുവിന്റെ ഹബീബ് വെറുതെ വിട്ടു പോയിക്കോ, ഞാനൊന്നും ചെയ്യുന്നില്ല. ഇതാണ് അഫ്വ്, ഇതാണ് വിട്ടുവീഴ്ച. ഒരാൾ നമ്മൾ അടിച്ചു, നമ്മൾക്ക് തിരിച്ചടിക്കാൻ പറ്റുന്നില്ല, ഞാൻ മാപ്പ് നൽകി, ഇതല്ല അഫ്വ്. മാപ്പ് നൽകാണ്. നമ്മൾക്ക് വേണമെങ്കിൽ ദുആ ചെയ്യാം, നമ്മൾ മദ്ലൂമാണ്, നമ്മൾ ആക്രമിക്കപ്പെട്ട ആളാണ്, വേണമെങ്കിൽ ദുആ ചെയ്യാം. പക്ഷേ നമ്മൾ ദുആവും ചെയ്തില്ല, കുഴപ്പമില്ല, ഖൈറാണ്. പക്ഷേ യഥാർത്ഥ അഫ്വ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ആക്രമിക്കുകയും അടിക്കുകയും ചെയ്തു, നമ്മൾക്ക് തിരിച്ചങ്ങോട്ട് ആക്രമിക്കാനുള്ള ശാരീരിക ശേഷിയുണ്ട്, നമ്മൾ മാപ്പ് നൽകി, അതാണ് അഫ്വ്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ അഫ്വ് നമ്മളിലും ഉണ്ടാകും. അല്ലാഹു നമ്മൾക്കൊക്കെ മാപ്പ് നൽകുമാറാവട്ടെ. അഫ്വ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അൽ ഗുഫ്റാൻ, അല്ലാഹു പുറത്തു തരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കുക എന്നാണ്. അള്ളാഹുവിനോട് നമ്മൾ പറയും, അല്ലാഹുവേ എന്റെ പാപം പുറത്തു തരണേ, അല്ലാഹുവേ എന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോ അള്ളാഹു നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കുകയാണ്. എന്നാൽ അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണമെന്നൊരാൾ ദുആ ചെയ്യാണ്, അൽ അഫ്വു യുശ്ഇറു ബിൽ മഹ്വി, അത് പൂർണ്ണമായി മായ്ച്ചു കളയുകയാണ്. അഫ്വു എന്ന് പറഞ്ഞാൽ തെറ്റ് താനെ മുഴുവനും അള്ളാഹു മായ്ച്ചു കളയുമെന്നാണ്. ഏതുവരെ? എഴുതി വെച്ച മലക്കുകൾക്ക് വരെ അറിയില്ലെന്നാണ്. പിന്നെ ഇയാൾ തെറ്റ് ചെയ്തു എന്ന്. നമ്മൾ ചെയ്ത തെറ്റ് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് അള്ളാഹു മാപ്പ് നൽകിയാൽ എഴുതി വെച്ച മലക്കിന് വരെ അറിയില്ല ഇയാൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന്. ആ രീതിയിൽ അള്ളാഹു തിന്മയെ മായ്ച്ചു കളയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് അഅറാബിയോട് പറഞ്ഞു, നീ പോയിക്കോ. അയാൾ പോയി. പിന്നെന്താ സംഭവിച്ചത്? അതാണ് ഖുർആൻ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യസ്തവിൽ ഹസനതു വലസ് സയ്യിഅ, തിന്മയും നന്മയും സമമല്ല. വലാ യസ്തവിൽ ഹസനതു വലസ് സയ്യിഅ,
എന്തെങ്കിലും ഒരു തിന്മ വന്നാൽ അവർക്ക് നന്മ ചെയ്ത് നീ അതിനെ മറികടന്നേക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ആരെങ്കിലും ഇങ്ങോട്ട് ദ്രോഹം ചെയ്താൽ അങ്ങോട്ട് അവർക്ക് നന്മ ചെയ്തു കൊടുക്ക്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിന് പകരം നീ ഒരു നന്മ ചെയ്യ്. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യ്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിക്കണം. എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിക്കണം. ഒരു തെറ്റ് ചെയ്താൽ ഫഅത്ബിഇൽ ഹസന അത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യ. ആ നന്മ ചെയ്തതോടുകൂടെ നിന്റെ തെറ്റുകൾ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നിട്ടിക്കണോ? നന്നിട്ടിക്കെല്ലാരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഒരു 3 പ്രാവശ്യം ചൊല്ലില്ല, ഉറക്കെ ചൊല്ലി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. റമളാനായാൽ ഇത് അധികരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 4 കാര്യം റമളാൻ 1 മുതൽ 30 വരെ നിങ്ങൾ അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് വലാ യസ്തബിൽ ഹസനതു വലസ് സയ്യിഅ. നന്മയും തിന്മയും സമമല്ല, അത് സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനു സയ്യിഅ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ. ഒരാൾ ഇങ്ങോട്ട് തിന്മ ചെയ്താൽ, ഇങ്ങോട്ട് അക്രമം കാണിച്ചാൽ അങ്ങോട്ട് നന്മ ചെയ്യണം. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ. നിന്റെയും ആരുടെയും ഇടയിൽ ശത്രുതയുണ്ടോ, നിനക്കൊരാൾ ശത്രുത കാരണം, നിന്നോടുള്ള പക കാരണം, നിന്നോടുള്ള വിദ്വേഷം കാരണം ഒരാൾ നിന്നോട് എന്തെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ അവർക്ക് നീ നന്മ ചെയ്ത് കൊടുത്താൽ കഅന്നഹു വലിയ്യുൻ ഹമീം. നിന്റെ ഉറ്റ ചങ്ങാതിയായി അയാൾ മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് എല്ലാവർക്കും സാധിക്കില്ല. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ. ക്ഷമയുള്ള ആളുകൾക്കേ ഇത് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ പ്രതിഫലം ലഭിക്കുന്നതും ക്ഷമാശീലർക്ക് മാത്രമാണ്. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അളീം. അല്ലാഹുവിന്റെ ഉദാരമായ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം ലഭിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും ഉണ്ടാക്കണം. നിങ്ങളുടെ സ്വഭാവം അത് ഇൻബോണാണെന്ന് പറഞ്ഞ് മാറ്റിക്കളയണ്ട. അത് ജന്മനാ എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, എനിക്കത് മാറ്റാൻ പറ്റൂല, അങ്ങനെ പറയാൻ പാടില്ല. ചില ആളുകൾ പറയും, എനിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകും, അത് ഇൻബോണാണ്, എന്റെ ജന്മനാ ലഭിച്ചു പോയ ഒരു സ്വഭാവ വികൃതമാണ്. അങ്ങനെ പറയരുതെന്ന്. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും ഉൾക്കൊള്ളണം. നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സ്വഭാവമാണ് അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്, അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുക. മഹാനായ സയ്യിദ് സഫ്വാൻ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ ആഴ്ച 3ാമത്തെ തവണയാണല്ലോ നിങ്ങളെ അല്ലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഹുമാന്യരായ സയ്യിദ് അവറുകൾ ഏകദേശം എവിടെ പോയാലും ഇങ്ങനെ ഒരു നിർത്താനാകുമ്പോ സയ്യിദ് അവറുകൾ വരാറുണ്ട്. ഈ ആഴ്ച തന്നെ ഒരു 3ാമത്തെ വേദിയാണിത്. അൽഹംദുലില്ലാഹ്. വളരെ ദുആക്ക് നല്ലൊരു അസറും അതേപോലെ പ്രവർത്തനങ്ങളിലും അസുഖത്തിന് ചികിത്സിക്കുന്നതിലൊക്കെ അസറുകൾക്കുള്ള വലിയൊരു സയ്യിദ് അവറുകളാണ്, ഏഴിമല സഫ്വാൻ തങ്ങളാണ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകട്ടെ. അദ്ദേഹത്തിന്റെ തണലിൽ നമ്മൾക്കൊക്കെ അല്ലാഹു സ്വർഗത്തിൽ കടന്നു പോകാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ ആ ഒരു സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളുക. ആ സ്വഭാവമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. ആ ഒരു സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബ.
ഒരു മുഅ്മിനിന്റെ വിഷമം മാറ്റിക്കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ, നമ്മൾ SKSF ഒക്കെ ചെയ്യുന്നത് അതാ. എത്രയോ പാവങ്ങളുടെ കണ്ണീരൊപ്പാണ്. പഠിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അതിനുള്ള സാമ്പത്തിക സഹായം, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ. അതേപോലെ നമ്മുടെ ആംബുലൻസ് ചീറിപ്പായാറുണ്ട് SKSF-ന്റെ പേരിൽ. പാവങ്ങളായ ആളുകൾക്ക് ചെറിയ തുക കൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ. ഇതിനൊക്കെ ആരാണ് സഹായിക്കുന്നത്? ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന നമ്മൾ തന്നെയാണ് അതിന് സഹായം നൽകുന്നത്. ഇങ്ങനെ നമ്മൾ സഹായം ചെയ്യുമ്പോ ഒരു മുഅ്മിനിന്റെ വിഷമം ഒരാൾ മാറ്റിക്കൊടുത്താൽ അന്ത്യനാളിൽ അവന്റെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയുള്ള മുസ്ലിമായ മുഅ്മിനീങ്ങളായ ആളുകളുടെ കണ്ണീരൊപ്പാനോ അവരുടെ വിശപ്പകറ്റാനോ അവർക്കൊരു വീട് വെച്ചു കൊടുക്കാനോ അവർക്ക് സഹായങ്ങൾ നൽകാനോ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിന്റെ സഹായം ആഖിറത്തിൽ നമ്മൾക്കുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അയ്യുമാ മുഅ്മിനിൻ അത്അമ മുഅ്മിനാ, ഏതെങ്കിലും ഒരാൾ മറ്റൊരു മുഅ്മിനിന് ഭക്ഷണം നൽകിയാൽ വിശക്കുന്ന സമയത്ത് അത്അമഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ കോടാനക്കോടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാവൻ സഭയിൽ വിശന്ന് വലയുന്ന സമയത്താണ് അല്ലാഹു അവർക്ക് ഭക്ഷണം നൽകുന്നത്. വഅയ്യുമാ മുഅ്മിനിൻ സഖാ മുഅ്മിനാ, ദാഹിച്ച് വലയുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ തയ്യാറായാൽ മഹ്ശറാവൻ സഭയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹൗലുൽ കൗസറിൽ നിന്നവർക്ക് കുടിപ്പിക്കുമെന്നാണ്. വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർ, വീട് വെക്കാൻ കഴിയാത്തവർ, അവർക്ക് നമ്മുടെ സഹായങ്ങൾ നൽകിയാൽ അല്ലാഹു നാളെ നമ്മളെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആ മഹ്ശറയിലാണല്ലോ ആളുകൾ പരസ്പരം നോക്കുന്നത്. അലാ തൻദുറൂന മൻ യശ്ഫഉ ലക്കും ഇൻദ റബ്ബിക്കും, നിങ്ങളുടെ അടുത്ത് അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യാൻ അർഹരായ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണമെന്ന് പരസ്പരം പറയുന്ന സമയമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസിയായ ഒരാൾ സ്വർഗത്തിൽ നിന്ന് മെല്ലെ തല ഉയർത്തി നോക്കുകയാണ്. തൊട്ടപ്പുറത്താണ് നരകം കിടക്കുന്നത്, നരകത്തിലേക്കാണ് നോക്കുന്നത്. ഫയുനാദീഹി റജുലുൻ മിൻ അഹ്ലിൻ നാർ, നരകത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഉടനെ സ്വർഗത്തിലെ ചെറുപ്പക്കാരനെ പരിചയപ്പെടുകയാണ്. ഇയാളെ കണ്ട പരിചയമുണ്ടല്ലോ. സ്വർഗവും നരകവും രണ്ടും പരസ്പരം കാണുന്ന രീതിയിലാണ്. അങ്ങനെ സ്വർഗക്കാരനായ ഒരു സഹോദരൻ സ്വർഗത്തിൽ നിന്നിങ്ങനെ തല ഉയർത്തി നരകമൊക്കെ നോക്കും. ഏതായാലും സ്വർഗത്തിൽ എത്തിയതല്ലേ, എന്നിങ്ങനെ മസിലൊക്കെ പിടിച്ചിങ്ങനെ നോക്കുമ്പോ നരകത്തിൽ നിന്നുള്ള ഒരാൾ കാണും. ഉടനെ വിളിക്കും, യാ ഫുലാൻ, അല്ല നിനക്ക് എന്നെ പരിചയമുണ്ടോ? എന്നെ നിനക്കറിയോ? ഇല്ലല്ലോ. പ്രത്യേകിച്ചിട്ട് ഉഷാറായാലും പിന്നെ താഴെയുള്ള ആളുകൾ അറിയില്ല, താഴെയുള്ള ആളുകൾക്ക് പിന്നെ എന്ന് ഉഷാറുള്ള ആൾ അറിയാലോ. അതേപോലെ സ്വർഗത്തിലുള്ള ആള് പറഞ്ഞു, വല്ലാഹി ലാ അഅരിഫ്, എനിക്കറിയില്ല. നീ ആരാണ്? പറഞ്ഞു, അനല്ലദീ മറർത ബി ഫീ ദാരി ദുനിയ, ദുനിയാവിൽ എന്റെ വീടിന്റെ വക്കിലൂടെ നീ നടന്നു പോയിട്ടുണ്ട്. നരകക്കാരൻ പറയാണ് സ്വർഗക്കാരനോട്, അനല്ലദീ മറർത ബി ഫീ ദാരി ദുനിയ, എന്റെ വീടിന്റെ വക്കിലൂടെ നീ ദുനിയാവിൽ വെച്ച് നടന്നു പോയിട്ടുണ്ട്. അപ്പോഴാണ് നീ എനിക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞത്, എനിക്ക് വെള്ളം തരണേ എന്ന് പറഞ്ഞത്. എന്റെ മകളുടെ കല്യാണത്തിന്റെ കാര്യമുണ്ട്, എന്നെ സഹായിക്കണമെന്ന് നീ എന്നോട് പറഞ്ഞത്, വീട് വെക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞത്. നരകക്കാരൻ സ്വർഗക്കാരനോട് പറയുകയാണ്, ഞാൻ നിനക്ക് വെള്ളം നൽകിയിട്ടുണ്ട്, ഞാൻ നിന്റെ പെൺമക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്, വീട് വെക്കാനും ഞാൻ സഹായിച്ചിട്ടുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ? സ്വർഗക്കാരൻ പറഞ്ഞു, അറഫ്തു, മനസ്സിലായി, ഇന്നാലെന്ന ആളാണല്ലേ, ശരി. അത് കാരണം നീ നിന്റെ റബ്ബിന്റെ അടുത്ത് പോയി എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറയണമെന്ന് നരകക്കാരൻ സ്വർഗക്കാരനോട് പറയുന്ന രംഗം അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിക്കുന്നുണ്ട്. ഞാനൊന്ന് സഹായിച്ചില്ല ദുനിയാവിൽ വെച്ചിട്ട്, അതുകൊണ്ട് ഒന്ന് റബ്ബിനോട് ഒരു റെക്കമെൻഡ് ചെയ്യും എന്നെ രക്ഷപ്പെടുത്താൻ. അയാൾ പോകും റബ്ബിനോട് പറയും, അല്ലാഹ് എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്, എനിക്കൊരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുണ്ട്, അയാളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് അവസരം തരണം. അള്ളാഹുവിനോട് പറയും, നീ ചെയ്തോ എന്ന്.
ഫയുഖ്രിജുഹു മിനന്നാർ. പോയിക്കോ, ആരാണ് നരകത്തിലുള്ളത് അവന്റെ കൈയും പിടിച്ചുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് അല്ലാഹു സ്വർഗവാസിയായ ആളുകളോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, എന്റെ വിഷയവുമായി ബന്ധമുള്ള വിഷയമാണ്. കാസർഗോഡ് ജില്ലയുടെ മുക്കുമൂലകളിലുള്ള പാവങ്ങളായ ആളുകൾ, വീടില്ലാത്ത ആളുകൾ, സാമ്പത്തികമായി വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള 2 ചെറുപ്പക്കാർ സുത്യർഹമായ പ്രവർത്തനം നടത്തുന്നുണ്ട്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിഷയവുമായി നീതി പുലർത്തിയെന്ന് തോന്നൂല എനിക്ക്. എന്റെ 2 സുഹൃത്തുക്കളാണ്. ഒന്ന് AB കുട്ടിയാനം, മറ്റേതൊന്ന് കയ്യൂമാനിയാർ എന്ന് പറയുന്ന 2 ജേർണലിസ്റ്റുകൾ. 2 നാട്ടിലുള്ള പത്രപ്രവർത്തകർ നാടുനീളെ ഓരോ നാട്ടിലേക്ക് ചെന്ന് പാവങ്ങളായ ആളുകളുടെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ 100 കണക്കിന് വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. അതേപോലെ SKSSFന്റെ കരുത്തരായ പ്രവർത്തകർ പാവങ്ങളായ ആളുകളെ തേടിപ്പിടിച്ചുകൊണ്ട് സഹായിക്കുകയാണ്. ആരാണോ ഇതിന് സഹായം നൽകിയത്, ആരാണോ സാമ്പത്തിക സഹായം നൽകിയത്, ആരാണോ ശാരീരിക സഹായം നൽകിയത്, ആരാണോ മാനസിക സഹായം നൽകിയത്, അവർക്കൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉഖ്റവിയായ ലോകത്ത് വിജയം നൽകാൻ പോവുകയാണ്. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മനോഹരമായ സ്വഭാവം നമ്മളും പിന്തുടരുക, മറ്റുള്ളവരെ സഹായിക്കുക. ഇങ്ങോട്ട് തെറ്റ് ചെയ്ത ആളുകൾക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്കുക. ആ ഒരു അറാബിയായ സഹോദരനോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? അയാൾ തന്റെ ഗോത്രത്തിൽ ചെന്നു. അവിടെയുള്ള 80ഓളം ആളുകൾ, ഒരുപാട് ആളുകൾ കൂട്ടിയിട്ട് വന്നു. മുഹമ്മദ് വല്ലാത്ത മനുഷ്യനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. ഒരു തെറ്റ് വന്നാൽ അതിനെ നന്മ കൊണ്ട് നമ്മൾ നേരിടുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹദിയായ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഹൽ അതാ അലൈക യൗമുൻ അശദ്ദ മിൻ ഉഹുദിൻ, ഉഹുദിനേക്കാളും പ്രയാസമുള്ള ഒരു ദിവസം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഉഹുദിനേക്കാളും പ്രയാസമുള്ള ഒരു ദിവസം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഹൽ അതാ അലൈക യൗമുൻ അശദ്ദ മിൻ ഉഹുദിൻ, ഉഹുദിനേക്കാളും പ്രയാസമുള്ള ഒരു ദിവസം വന്നിട്ടുണ്ടോ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, വന്നിട്ടുണ്ട്. ഞാൻ ത്വായിഫിന്റെ മണലാരുണ്യത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെയുള്ള വിഡ്ഢികളായ ആളുകൾ എന്നെ കല്ലെറിഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത്. എന്റെ ശരീരമാസകലം രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. എന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചു ഞാൻ ബോധം കെട്ട് നിലത്ത് വീണ് കിടക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോ എന്റെ തലയുടെ മുകളിലായി വലിയൊരു കാർമേഘമുണ്ട്. എന്റെ തലയുടെ മുകളിലായി വലിയൊരു കാർമേഘമുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പരിചയപ്പെടുത്തുകയാണ്, ഹാദാ മലക്കുൽ ജിബാൽ, ഇത് പർവ്വതങ്ങളുടെ മലക്കാണ്, പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കാണിത്. ഇവർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ തയ്യാറാണ്. പർവ്വതത്തിന്റെ മലക്ക് വന്ന് സലാം പറയുകയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങളോട് ഈ സമൂഹം ചെയ്തതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നു, എല്ലാം ഞാൻ ലൈവായി കാണുകയാണ്. അതുകൊണ്ട് ഇവരെയെല്ലാം ഈ പർവ്വതങ്ങളെ ആകാശങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി താഴോട്ട് മറിച്ചിട്ട് ഞാൻ ഇവരെ ചതച്ച് കളയട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ആ എന്ന് നഅം എന്ന്. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അങ്ങനെയല്ല. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നടക്കുമ്പോഴാണ് ആ കിങ്കരന്മാരായ ധിക്കാരികൾ ഓടി വന്ന് കൈപിടിക്കുന്നത്. എണീക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞ് കൈപിടിച്ച് വീണ്ടും നടക്കാൻ പറയുന്നത്. വീണ്ടും നടക്കുമ്പോ അവിടെയുള്ള വിഡ്ഢികളായ സമൂഹത്തെ കൊണ്ട്, കുട്ടികളെ കൊണ്ടൊക്കെ കല്ലെറിഞ്ഞു. ശരീരമാസകലം തളർന്ന് അവശനായിരിക്കുകയാണ് നബിത്തങ്ങള്. എന്നിട്ടും നബിത്തങ്ങൾ എന്താണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോടും പർവ്വതങ്ങളെ കാക്കുന്ന മലക്കിനോടും പറഞ്ഞതെന്താ? അല്ലാഹുമ്മ ഹ്ദി ഖൗമി, അല്ലാഹുവിനെ മാപ്പ് നൽകൂ. അല്ലാഹുമ്മ ഹ്ദി ഖൗമി, അല്ലാഹുവേ എന്റെ സമൂഹത്തിന് നീ സന്മാർഗം കൊടുക്കണേ അല്ലാഹ്. അവരെ നീ ശിക്ഷിക്കല്ല. അവരെ നശിച്ചത് കൊണ്ട് എനിക്ക് വല്ല നേട്ടവും ഉണ്ടോ? അങ്ങനെയല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഒരാളെ നശിച്ചിട്ട് നമ്മൾക്ക് എന്താ കാര്യം?
ഒരാൾ തകർന്ന് തരിപ്പണമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? നമ്മൾക്ക് നേട്ടം വേണമെങ്കിൽ നമ്മൾ ഉഷാറാവണം. അല്ലാതെ മറ്റൊരാളുടെ തകർച്ച കൊണ്ട് യാതൊരു ഉപകാരവും നമ്മൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരാളുടെയും തകർച്ച നമ്മൾ സ്വപ്നം കാണരുത്. അങ്ങനെ ദ്വാ ചെയ്യുകയും ചെയ്യരുത്, അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യരുത്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലാഹുമ്മ ഇഹ്ദി ഖൗമി, എന്റെ സമൂഹത്തിന് നീ സന്മാർഗം നൽകണേ അല്ലാ. ഇന്നഹും ലാ യഅലമൂൻ, അവർക്കൊന്നും അറിയില്ല റബ്ബേ, അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ കരുതുക. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം വരാണ്, എന്ത് കരുതണം? അള്ളാഹുവിന്റെ ഹബീബൊക്കെ എത്ര സഹിച്ചത്. അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കരുത്. അതിന്റെ പേരിൽ ഡിവൈസും വിവാഹമോചനങ്ങളും നടക്കാൻ പാടില്ല. എക്സ്ക്യൂസ് കൊടുത്തേക്ക്, മാപ്പ് നൽകിയേക്ക്. ഏറ്റവും കൂടുതൽ മാപ്പ് നൽകേണ്ടത് സ്വന്തം വീട്ടിലാണ്. മാപ്പ് നൽകി, എന്ത് പ്രശ്നങ്ങൾക്കും മാപ്പ് നൽകണം നമ്മൾ. അതേപോലെ സ്റ്റാഫായി ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അവർക്കും നമ്മൾ മാപ്പ് ചെയ്യുക. അല്ലാഹുവിന്റെ ഹബീബ് ഒരാളെ പോലും അടിച്ചിട്ടില്ല. ഹബീബിന്റെ 25-ാമത്തെ വയസ്സിലാണ് ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത്, അല്ലേ? പിന്നെ 50 വയസ്സാകും, 25, 60 ആകുമ്പോൾ 35, 38 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരു ഭാര്യമാരെ പോലും അല്ലാഹുവിന്റെ ഹബീബ് അടിക്കുകയോ ചീത്ത പറയുകയോ ചെയ്തിട്ടില്ല എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. 23 വർഷത്തെ പ്രബോധന കാലയളവിൽ ഒരാളെ ശാസിക്കേണ്ടി വന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പാത നമ്മൾ പിൻപറ്റി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ജീവിതം നമ്മളും ഫോളോ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്കൊക്കെ മാപ്പ് നൽകിയതുപോലെ, ആളുകൾക്കൊക്കെ എക്സ്ക്യൂസ് കൊടുത്തതുപോലെ, ആളുകൾക്കൊക്കെ ഇളവ് കൊടുത്തതുപോലെ നമ്മളും ആളുകൾക്ക് ഇളവ് കൊടുക്കാൻ ശ്രമിക്കുക. നബി തങ്ങൾ പറയുന്നുണ്ട്, ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് പകരം ചെയ്യുന്ന ആളുകളല്ല. അതൊരു ബിസിനസ് സമ്പ്രദായം പോലെ കൊണ്ടു നടക്കുന്ന ആളുകളല്ല. എന്നെ കല്യാണത്തിന് വിളിച്ചാൽ ഞാനും വിളിക്കാം. എന്റെ കല്യാണത്തിന് വന്നില്ലേ പിന്നെ ഞാനും പോവൂല. എന്റെ കല്യാണത്തിന് വരുമ്പോ ഒരു മോതിരം, ഒരു റിങ്ങുമായി വന്നു, എന്നാ പിന്നെ ഞാനും അങ്ങോട്ട് റിങ്ങുമായി പോവുക. എന്റെ കുട്ടിയുടെ നമ്മുടെ എന്താ പറയാ, കുട്ടിൽ കിടത്തുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, കുട്ടിയുടെ മുടികളച്ചിലിന്റെ ദിവസം എന്റെ കുട്ടിക്ക് ഒരു മാലയുമായി, ഒരു താലിയുമായി വന്നു, അപ്പൊ ഞാനും അങ്ങോട്ട് പോകുമ്പോ തിരിച്ചു കൊടുക്കുക. ഇതല്ല കുടുംബബന്ധം. ലൈസൽ വാസിലു ബിൽ മുകാഫി, അത് നിരുത്സാഹപ്പെടുത്തല്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം നല്ലതായിരിക്കണം. ഇതുകൊണ്ട് എന്താ നേട്ടം? ഒരാൾ കൊടുത്തു, പിറ്റേ ദിവസം, പിറ്റേ 2 വർഷം കഴിഞ്ഞു, ആ കൊടുത്ത ആൾക്കൊരു കുട്ടിയുണ്ടായി. മറ്റേയാള് ഈ ഒരു ചെയിന് കൊണ്ടുവന്നില്ലെങ്കിൽ പറയാൻ തുടങ്ങും, ഞാൻ കൊടുത്തിട്ട് എനിക്ക് തന്നില്ലല്ലോ, ഞാനൊരു റിങ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തന്നില്ലല്ലോ, ഞാനൊരു പവൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് തന്നില്ലല്ലോ. അങ്ങനെ പറയുന്നത് ദീനിന്റെ മാർഗമല്ല, അത് ബിസിനസ്സാണ്. അതല്ല ദീൻ, അതിൽ പ്രതിഫലമില്ല. സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ബക്കറ്റ് വരും ഇൻഷാ അല്ലാഹ്. നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു തുകട്ട് കൊടുക്കണം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്താലേ കൂലി ലഭിക്കുള്ളൂ എന്ന ആയത്ത് എന്നും ഓർമ്മ വേണം. പോക്കറ്റിൽ കൈയിടല്ലാതെ, എന്നിട്ട് നോട്ട് കെട്ടുകൾ എടുക്കുക, അതിൽ ഇഷ്ടമുള്ള നോട്ട് ഏതാണെന്ന് നോക്കുക, എന്നിട്ട് ബക്കറ്റിലിട്ടേക്ക്. നല്ലൊരു നിയത്ത് ചെയ്തേക്ക്. അല്ലാഹുവേ, മരണം വരെ മറ്റൊരാളുടെ മുമ്പിൽ ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടാവാൻ പാടില്ല. അല്ലാഹുവേ, മരണം വരെ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ദയനീയ അവസ്ഥ എനിക്കുണ്ടാവാൻ പാടില്ല എന്ന് നിയത്ത് ചെയ്ത് നമ്മുടെ പോക്കറ്റിലുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു നോട്ട് നമ്മൾ എടുത്തു കൊടുക്കുക. ഇനി ഒരാൾക്ക് ഇഷ്ടം 10 ആണ്, കൊടുത്തേക്ക്, കുഴപ്പമില്ല. ഒരാൾക്ക് ഇഷ്ടം 1000 ഇഷ്ടമുള്ളത് കൊടുക്കുക. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നിയത്ത് പോലെ അള്ളാഹു നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ചു തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ഇൻഷാ അല്ലാഹ്. നല്ലൊരു തുക, മിനിമം ഞാൻ കണക്ക് പറയുന്നില്ല, കഴിയാത്ത ആളുകൾക്ക് ഉണ്ടാകും. എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 100-ന് താഴെ ആരും ദയവ് ചെയ്ത് വിടരുത് എന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ്. ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബബന്ധം ചേർക്കുന്നവന് പകരം നൽകുന്നവനല്ല. എന്നെ കല്യാണത്തിന് വിളിച്ച ഞാൻ അങ്ങോട്ട് വിളിക്കുക, അതല്ല. എന്നെ വിളിച്ചില്ലേ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി വിളിക്കുക. എന്റെ കല്യാണത്തിന് വന്നില്ലേ ഞാൻ അങ്ങോട്ട് പോവുക. അതാണ് കുടുംബബന്ധം. അവിടെയാണ് വിട്ടുവീഴ്ചയുള്ളത്. നീ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവ്. അങ്ങനെ തയ്യാറായാൽ അല്ലാഹുവിന്റെ സഹായം നിനക്കുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ അറത്തും റഹ്മതി, നിങ്ങൾക്ക് എന്റെ കാരുണ്യം ആവശ്യമുണ്ടെങ്കിൽ, എന്റെ മാപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, എന്റെ വിട്ടുവീഴ്ച നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഫർഹമൂ ഖൽഖി, എന്റെ സൃഷ്ടികളോട് നിങ്ങൾ കാരുണ്യം ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് കാരുണ്യം വേണോ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മാപ്പ് വേണോ എങ്കിൽ നിങ്ങളും ആളുകൾക്ക് മാപ്പ് ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ നമ്മൾക്ക് പഠിപ്പിക്കുകയാണ് ആ വിഷയങ്ങളൊക്കെ.
എന്നിട്ട് പറയുന്നു വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്. ആകാശഭൂമികളുടെ വലിപ്പം, സ്വർഗത്തിന്റെ വലിപ്പം ആകാശഭൂമികളുടെ വലിപ്പമാണ്. ഇത് കേട്ടപ്പോഴാണ് ഒരു സഹാബി ബദർ യുദ്ധവേളയിൽ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം വലിച്ചെറിഞ്ഞു. ഈ ആയത്ത് കേട്ടപ്പോഴാ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം വലിച്ചെറിഞ്ഞു. ഇത് നിന്നാൽ എനിക്ക് സ്വർഗത്തിലേക്കുള്ള സമയം വൈകിപ്പോകുമോ? കയ്യിൽ ഈത്തപ്പഴം പിടിച്ചിട്ട് പറയാ, ഈ ആയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഓതി കൊടുത്തു. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. അല്ലാഹുവിന്റെ ഹബീബ് ബദർ യുദ്ധരണാങ്കണത്തിലാണ് ഈ ആയത്ത് ഓതിക്കൊണ്ട് സ്വഹാബാക്കളെ പ്രചോദിപ്പിക്കുന്നത്, അവർക്ക് ആവേശം നൽകുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഉളരണം. നിങ്ങൾ ജാഗരൂകരായി അല്പമൊന്ന് വളരെ താല്പര്യത്തോടെ വളരെ പെട്ടെന്ന് നിങ്ങൾ ഉളരിക്കൊണ്ട് നിങ്ങൾ പോവണം അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ. അല്ലാഹുവിന്റെ സ്വർഗം വേണോ? എങ്ങനെയുള്ള സ്വർഗമാണ്? അർളുഹസ് സമാവാതു വൽ അർദ്, 7 ആകാശങ്ങളെക്കാളും 7 ഭൂമികളെക്കാളും വലുപ്പമുള്ള അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കാൻ നിങ്ങൾ പെട്ടെന്ന് ഉളരണമെന്ന് പറഞ്ഞപ്പോ കയ്യിലുള്ള ഈത്തപ്പഴം വലിച്ചെറിഞ്ഞു. ഇത് ഞാൻ നിന്നാൽ എനിക്ക് സ്വർഗത്തിലേക്കുള്ള സമയം വൈകിപ്പോകുമോ? യുദ്ധത്തിന് പോയി, യുദ്ധം ചെയ്തു, ഷഹീദായി, സ്വർഗത്തിലേക്ക് പോയി. അല്ലാഹു അവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ, അവരൊക്കെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. നമ്മൾക്ക് പറയാമെന്നല്ലാതെ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് പറയുന്നു الذين ينفقون في السراء والضراء, ചെലവഴിക്കുന്ന ആളുകൾ സന്തോഷമുള്ള സമയങ്ങളിലും പ്രയാസമുള്ള സമയങ്ങളിലും ചെലവഴിക്കണം. ദേഷ്യം കടിച്ചു പിടിക്കുന്ന ആളുകൾ, എനിക്ക് ദേഷ്യം വന്ന പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂലേ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്റെ സ്വഭാവം മാറും, എന്റെ രണ്ടാമതൊരു മുഖം നീ കണ്ടിട്ടില്ല എന്നൊക്കെ. അങ്ങനെ ഒരു മുഖം കാണിക്കരുത് ആർക്കും. എല്ലാവർക്കും ആ ഫസ്റ്റ് ഒന്നാമത്തെ മുഖം കാണിച്ചു കൊടുത്താൽ മതി. ദേഷ്യം പിടിച്ചു വെക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ ജനങ്ങൾക്ക് മാപ്പ് നൽകുന്ന ആളുകൾ, ഇവർക്കൊക്കെയാണ് അല്ലാഹു സ്വർഗം അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ആർക്ക്? ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുകയാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹുവിനെ നന്മ ചെയ്യുന്ന ആളുകളെ വല്ലാതെ ഇഷ്ടമാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, ഇദാ കാന യൗമുൽ ഖിയാമ, അന്ത്യനാൾ വന്നു കഴിഞ്ഞാൽ, നാദാ മുനാദിൻ, വിളിക്കുന്നവരാൾ വിളിച്ചുകൊണ്ട് കടന്നു വരും. യഖൂൽ, അയാൾ പറയുന്നത്, ആ വിളിച്ചു പറയുന്ന ആളുകൾ അനൗൺസ് ചെയ്യുന്നത്, ഐനൽ ആഫൂന അനിന്നാസ്, എവിടെ ജനങ്ങൾക്ക് മാപ്പ് നൽകിയവർ, എവിടെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തവരെവിടെ? റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആംനസ്റ്റി എന്ന ഒരു പുതുമാപ്പാണ് അല്ലെ? اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وذرياتنا من النار من الديون والمظالم والنار. ദുആ ചെയ്യാറുണ്ടോ? പള്ളിയിൽ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ആമീൻ ഇതിന് അർത്ഥം പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവൂല അല്ലെ? ഒറ്റയ്ക്ക് ദുആ ചെയ്യുമ്പോ ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവേ اللهم اعتق رقابنا ورقاب آبائنا, ഞങ്ങളുടെ ഉപ്പമാരെ, ഞങ്ങളുടെ ഉമ്മമാരെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളോട് ബന്ധമുള്ളവർ, ഇവരെയൊക്കെ കടങ്ങളിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്, അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകളെയല്ല 10,000-കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ അതിനൊരു ബിന്ദുവായി ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാഹ്. ഇതാണ് ദുആ, ഇതാണ് ദുആ. അപ്പോ നരകത്തിൽ ഐനൽ ആഫൂന അനിന്നാസ്, ഐനൽ ആഫൂന അനിന്നാസ്, ഇങ്ങനെ ഒരു പൊതുമാപ്പ് നൽകുന്ന പരിശുദ്ധമായ റമളാൻ, ഈ റമളാനിൽ അല്ലാഹുവിനോട് കൂടുതൽ ചോദിക്കുക. ഇത് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളും മാപ്പ് നൽകാൻ തയ്യാറാവണം. അങ്ങനെ മാപ്പ് നൽകുന്ന ആളുകളെ വിളിക്കും നാളെ മഹ്ശറിൽ. എന്താ വിളിക്കുന്നത്? ഐനൽ ആഫൂന അനിന്നാസ്,
ജനങ്ങൾക്ക് മാപ്പ് നൽകിയ ആളുകളൊക്കെ എവിടെ? ഹലുമ്മു, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഹലുമ്മു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക് നിങ്ങൾ കടന്നു വാ. വഖുദൂ ഉജൂറക്കും, നിങ്ങൾക്ക് ശമ്പളം തരാനുണ്ട്. ആർക്കാ ശമ്പളം കൊടുക്കുന്നത് അറിയോ? ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾ എന്ത് ചെയ്താൽ ഞാൻ മാപ്പ് കൊടുക്കുക. അവർക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാനോ തിരിച്ചവർക്കെതിരെ ശബ്ദിക്കാനോ ഞാനില്ല. പൊതു അജിറക്കും, ദാ നിങ്ങളുടെ കൂലി, നിങ്ങളുടെ സാലറി പിടിച്ചോ. സാലറി നാട്ടിൽ നിന്ന് തരൂല, അല്ലാഹു എടുത്തു വെക്കുകയാണ്. പൊതു അജിറക്കും വഹക്കുൻ അലാ കുല്ലി ഇംറിഇൻ മുസ്ലിമിൻ. ഇത് കേൾക്കണം, ഈ ഹദീസ് കേൾക്കണം. ഈ ഹദീസ് മറക്കാൻ പാടില്ല. വഹക്കുൻ അലാ കുല്ലി ഇംറിഇൻ മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധ്യതയാണ്. എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധ്യതയാണ്. ഇദാ അഫാ, അയാൾ മാപ്പ് നൽകാൻ തയ്യാറായാൽ, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ, അയ്യദ്ഖുലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പോവേണ്ടത് അയാളുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ തന്നെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എനിക്ക് വിഷമം തോന്നിയൊരു വാർത്ത. കാസർഗോഡ് ജില്ലയെ ആരോ ഒരു ചെറുപ്പക്കാരൻ എവിടെ നിന്നോ എന്തോ ഒന്ന് പരിഹസിച്ചു. അതിന്റെ പേരിൽ അയാൾ ആക്രമിക്കുക, അയാളെ മർദ്ദിക്കുക. ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണ്? ഞാൻ ചോദിക്കട്ടെ. ചെറുപ്പക്കാർക്ക് ആവേശമുണ്ട്, നമ്മുടെ യൂത്താണ്, നമ്മുടെ യുവത്വമാണ്, നല്ല ആവേശം കൊള്ള, കുഴപ്പമില്ല. പക്ഷേ അയാള് കാസർഗോഡിനെ എന്തെങ്കിലും ഒരു ചീത്ത പറഞ്ഞത് മൂലം കാസർഗോഡിന് വല്ല കുഴപ്പമുണ്ടോ? കാസർഗോഡിന്റെ അഭിമാനം നഷ്ടപ്പെടില്ല. അതിന്റെ പേരിലൊന്നും കുഴപ്പമുണ്ടാക്കരുത്, അതിന്റെ പേരിലൊന്നും പ്രശ്നമുണ്ടാക്കരുത്. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ വളഞ്ഞു, ചെറുപ്പക്കാരന്റെ ഉപ്പയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള വാർത്തകൾ. വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കാറിന്റെ ടയർ ഒരു വെള്ളത്തിൽ കയറി, ആ വെള്ളം തൊട്ടുപുറത്തുള്ള ആളുടെ ശരീരത്തിലെത്തി. അതിന്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ കൊലപാതകം നടന്നിട്ടുണ്ട്. അപ്പൊ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യണ്ടേ? നമ്മുടെ ഈ വളരെ വൈറലായ കേസാണല്ലോ ജിഷയുടെ കേസ്. എന്താണ് പോലീസുകാർ ആദ്യം പറഞ്ഞത്? പച്ച നുണയാണ്, അത് വേറെ വിഷയം. ആദ്യം എന്താ പറഞ്ഞത്? കുളിക്കടവിൽ പുഴക്കരയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പെണ്ണ് പരിഹസിച്ച് ചിരിച്ചു എന്ന പേരിൽ കൊലപാതകം നടത്തി. അങ്ങനെയാണെങ്കിൽ വിട്ടുവീഴ്ച വേണ്ടേ? ആ ഒരു വിഷയമാണ്. ഒരുപാട് കേസുകളൊക്കെ തെളിയിക്കാൻ ആളുകൾക്ക് വല്ലാത്ത ആവേശമാണ്. ഇവിടെ 56 വർഷമായി ബഹുന്ദരായ സീം ഉസ്താദിന്റെ ആ ഒരു കേസ് തെളിയിക്കണമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബക്കാരും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ സമരം ചെയ്ത് പന്തലിൽ ഇരിക്കുന്നത്. ഈ പന്തലിൽ വെച്ചാണ് സഫിയ വധക്കേസിന്റെയും അതേപോലെ എൻഡോസൾഫാൻ ഇരകൾക്കൊക്കെ എന്ത് കിട്ടിയത്? അത് അവർക്കുള്ള പരിഹാരം ലഭിച്ചത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഘാതകർ പിടിക്കപ്പെടണം. അത് ഒരു ആലിമാണ്, ഒരു ആലിമാണ്, ദീനിനെ സ്നേഹിച്ച, ദീനിന് വേണ്ടി ചെലവഴിച്ച, ദുനിയാവിലുള്ള സുഖങ്ങളൊക്കെ പടച്ച റബ്ബിന് വേണ്ടി ത്യജിച്ച ഒരു മഹാനുഭാവൻ. ആരുടെയൊക്കെ ചില കളികൾ മൂലം ആളുകൾ വളരെ ഗൂഢമായ ആലോചനകൾക്ക് ശേഷം അതിക്രൂരമായി കാസർഗോഡിന്റെ മണ്ണിനെ കളങ്കപ്പെടുത്തിക്കൊണ്ടൊരു കൊലപാതകം നടന്നു. എന്നിട്ടത് തെളിയിക്കപ്പെടാതിരിക്കാൻ അതിന്റെ പിന്നിൽ വീണ്ടും ഗൂഢമായ പ്രവർത്തനങ്ങൾ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അത് പിടിക്കപ്പെടും. ഇൻഷാ അല്ലാഹ്. വിഷമമുണ്ട്. തിരിഞ്ഞു നോക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. കലാപം മണി മരിച്ചു, ആർക്കൊരു കുഴപ്പമില്ല. അയാൾ സ്വതവേയുണ്ടൊരു മരണം മരിച്ചു പോയതാണ്. എന്നിട്ടും അതിന്റെ പേരിൽ CBI അന്വേഷണം വേണം, ആന വേണം, ഒലക്ക വേണം എന്നൊക്കെ ആളുകൾ വെപ്രാളം കൂട്ടാം. സ്വാഭാവിക മരണമാണ്. എന്തിനാണ് അതിന്റെ പേരിലൊക്കെ ഇങ്ങനെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്? ഒരു ആവശ്യമില്ലാതെ കേസുകളിലൊക്കെ CBI അന്വേഷിക്കുക. എന്നാൽ ഇവിടെ പകൽ വെളിച്ചം പോലെ വ്യക്തമായി കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞ കേസ് വരെ ഇത് ശ്രദ്ധിക്കാതെ ഇത് ഗൗനിക്കാതെ ഇതിനെ ആത്മഹത്യയാക്കി തള്ളിവിടാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് അത് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അത് ഖൈറായ സമയത്ത് കാണിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ മാപ്പ് ചെയ്താൽ, നമ്മൾ മാപ്പ് ചെയ്യാൻ തയ്യാറായാൽ അയ്യദ്ഖുലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ തന്നെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ, ഒരു മോഷ്ടാവ് ഓടി വരുന്നത്. കുപ്പായൊക്കെ ആ ഒരു ഡോറിൽ തൂക്കി വെച്ച് അദ്ദേഹം കുളിക്കുമ്പോഴാണ് ഒരു മോഷ്ടാവ് ഓടി വരുന്നത്. ഓടി വന്ന് കള്ളൻ അദ്ദേഹത്തിന്റെ വസ്ത്രവും എടുത്ത് ഓടിപ്പോയി, അദ്ദേഹത്തിന്റെ കുപ്പായം എടുത്ത് ഓടിപ്പോയി. മഹാനായ അബൂ യസീദുൽ ബിസ്താമി ഇട്ട വസ്ത്രം ധരിച്ച് കുളിക്കുന്നതിനിടയിൽ തന്നെ പിന്നാലോടാൻ തുടങ്ങി. എന്തിനെ? അയാളെ പിടിച്ചു കെട്ടാനോ? അല്ല, നമ്മളെന്താ ചെയ്യാ? പിന്നാലെ ഓടും, കിട്ടിയില്ലെങ്കിൽ കല്ലെടുത്തെറിയൂലേ? അദ്ദേഹം പിന്നാലെ ഓടി. നിൽക്ക്, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞോടി. അയാൾ നിൽക്കുന്നില്ല. നീ നിൽക്കവിടെ, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുകയാണ്.
ഞാൻ നിനക്ക് മാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ നിനക്കത് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ പടച്ചറപ്പിന്റെ കോടതിയിൽ നീ മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് നീ എടുത്തുകൊണ്ടുപോയ എന്റെ വസ്ത്രം ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നു, നീ കൊണ്ടുപോയിക്കോ എന്ന് മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു കുളിച്ചുകൊണ്ടിരിക്കുമ്പോ പറയുന്ന സംഭവം നമ്മൾക്ക് പാഠമാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. സമയത്തിന്റെ ദൈർഘ്യം എന്ന് ഞാൻ എന്റെ വിഷയം കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്, ചുരുക്കാൻ പോവാണ്. 12:30 വരെ അക്ഷരം അനുവാദമുള്ളൂ. തങ്ങളിരുത്തിട്ട് പറയാനും പാടില്ല, എനിക്ക് വിഷമമുണ്ട്. നമ്മൾ പൊതുവെ അവിടെ ഇരിക്കുമ്പോ വേദന വിളിക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് കുറെ ആളുകൾ പ്രസംഗിക്കുക. അപ്പൊ ഏതായാലും സ്വാഭാവികമായി പ്രഭാഷണം നടത്താൻ വരുന്ന ആളുകൾക്ക് വിഷമുണ്ടാവും. ആ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷേ 1.5 മണിക്കൂറെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഏറ്റെടുത്ത പരിപാടിയോട് ചെയ്യുന്ന അനീതിയായിരിക്കുമെന്ന് തോന്നാണ്. തങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ. 12-10 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ്. അപ്പൊ മാപ്പ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ മാപ്പുണ്ടെന്നാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറയുന്നുണ്ട്, കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും പറയുന്ന ഒരു ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് ആദ്യം കരഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. 2 ചെറുപ്പക്കാരുടെ കഥ ഞാനത് വിശദീകരിക്കുന്നില്ല, ദൈർഘ്യമുള്ള ഹദീസാണത്. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലാനി മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാർ ജസയാ ബൈന യദയില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു വരികയാണ്. 2 ചെറുപ്പക്കാർ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നാളെ കോടതിയിൽ മഹ്ശറയിൽ ഇഴഞ്ഞു വരികയാണ്. എന്നിട്ടൊരാള് പറയും, അല്ലാഹുവേ, അയാളിൽ നിന്ന് എനിക്ക് പ്രതികാരമെടുക്കാനുണ്ട്. അയാൾ എന്നെ നാട്ടിൽ വെച്ച് എന്തൊക്കെയോ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്റെ സമ്പത്ത് അപഹരിച്ചിട്ടുണ്ട്, എന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് അയാളിൽ നിന്ന് പ്രതികാരമെടുക്കണമെന്ന് അള്ളാഹുവിനോട് ഒരു സഹോദരൻ പറയുമ്പോഴാണ് അള്ളാഹു പറയുന്നത് മറ്റു സഹോദരനോട്, നിന്റെ നന്മകൾ എടുത്തിയാൾക്ക് കൊടുക്കണമെന്ന്. അല്ലാഹുവിന്റെ ഹബീബ് മുൻപല്ല് കാണുന്ന രീതിയിൽ ചിരിച്ചു. അയാൾ പറഞ്ഞ മറുപടിയാണ് ഹബീബിനെ ചിരിപ്പിച്ചത്. അയാൾ പറഞ്ഞു, ലം യബ്ഖ മിൻ ഹസനാതി ഷൈ, പടച്ചോനെ, എന്റെ ഏടുകളിൽ ഒരു നന്മ പോലുമില്ല, എന്റെ നന്മയൊക്കെ കൊടുത്തു കഴിഞ്ഞു പടച്ചോനെ, ഇനി ഒരു നന്മയും എന്റെ ഏടിലില്ല എന്നയാൾ പറയുന്ന രംഗമോർത്ത് റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മറ്റേ സഹോദരൻ പറഞ്ഞത്, കുഴപ്പമില്ല, നിന്റെ ഏടിൽ നന്മയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എന്റെ ഏടുകളിൽ ഒരുപാട് തിന്മയുണ്ട് റബ്ബേ, ഒരുപാട് കുറ്റങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ തിന്മകൾ എടുത്ത് അയാൾക്ക് കൊടുക്കണം. എന്നെ നാട്ടിൽ ദ്രോഹിച്ചത് കാരണം, ദുനിയാവിൽ പീഡിപ്പിച്ചത് കാരണം അയാൾക്ക് എന്റെ തിന്മകൾ, ഞാൻ കള്ളു കുടിച്ചത്, ഞാൻ വ്യഭിചരിച്ചത്, ഞാൻ തെറ്റ് ചെയ്തത്, ആ തിന്മകൾ അയാൾക്ക് കൈമാറണമെന്ന് പടച്ച റബ്ബിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അത് വല്ലാത്ത ദിവസമാണ്, പേടിക്കേണ്ട ദിവസമാണത്. ആളുകൾ എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസമാണത്. അതുകൊണ്ടാണല്ലോ താൻ ചെയ്ത തെറ്റുകൾ മറ്റൊരാളെ ഏൽപ്പിക്കാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കരയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, അല്ലാഹു തആല ഈ 2 ചെറുപ്പക്കാരിൽ പ്രതികാരം വേണമെന്ന് പറയുന്ന ചെറുപ്പക്കാരന് സ്വർഗം കാണിച്ചു കൊടുത്തു. ഇർഫഅ റഅസക, നിന്റെ തല ഉയർത്തി നീ നോക്കണേ. അപ്പോഴേക്കും അയാൾ തല ഉയർത്തി നോക്കി, അവിടെയുണ്ട് സ്വർഗങ്ങൾ. ലിമൻ യംലികു ഹാദാ യാ അല്ലാഹ്, അല്ലാഹുവേ, ഈ സ്വർഗം നീ ആർക്കാണ് നൽകാൻ പോകുന്നത്? പ്രതികാരം ചോദിച്ച ചെറുപ്പക്കാരന് സ്വർഗം കണ്ടപ്പോ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെന്ന ആഗ്രഹം വന്നു. അള്ളാഹുവിനോട് ചോദിച്ചു, ആർക്കാണ് റബ്ബേ അത് നീ കൊടുക്കുക? ആരാണ് അതിന്റെ ഉടമസ്ഥൻ? അല്ലാഹു തആല ആ മനുഷ്യനോട് പറയുകയാണ്, ആരാണ് എനിക്കതിന്റെ വില തരുന്നത്? ആരാണതിനിക്ക് വില തരുന്നത്? ആരാണതിന്റെ വില തരുന്നത്? അതിന്റെ സ്വർഗത്തിന്റെ വില നൽകുന്ന ആളുകൾക്ക് ഞാൻ ആ സ്വർഗം നൽകുമെന്ന് അള്ളാഹു ആ സഹോദരനോട് പറയുകയാണ്. അപ്പോഴാണ് ആ സഹോദരൻ ചോദിച്ചത്, അള്ളാഹുവേ, ഞാൻ വില തന്നാൽ എനിക്കും തരുമോ ആ സ്വർഗം? അള്ളാഹു പറഞ്ഞു, നിനക്കും സ്വർഗമുണ്ട്. എന്താണ് അതിന്റെ വില എന്ന് പറയുമോ? അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, ആരിൽ നിന്നാണോ നീ പ്രതികാരം ചോദിക്കുന്നത്, ആർക്കാണോ നിന്റെ തെറ്റുകൾ കൊടുക്കണമെന്ന് നീ പറയുന്നത്, ആ സഹോദരന് മാപ്പ് കൊടുക്കാൻ നീ തയ്യാറാണോ?
തെറ്റൊന്നും കൊടുക്കണ്ട, അയാളുടെ നന്മയും എനിക്ക് വേണ്ട, ഞാൻ അയാൾക്ക് മാപ്പ് കൊടുത്തു എന്ന് പറയാൻ നീ തയ്യാറാണോ? എങ്കിൽ ഞാനിതാ നിനക്ക് സ്വർഗം നൽകാമെന്ന് അല്ലാഹു ആ സഹോദരനോട് പറയാണ്. ഉഷ്ഹിദുക യാ റബ്ബി അന്നീ ഖദ് അഫൗതു അൻഹു, നിന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ അല്ലാഹ്, അയാൾക്ക് ഞാൻ മാപ്പ് കൊടുത്ത് എനിക്ക് സ്വർഗം വേണം. മാപ്പ് കൊടുത്തോ? മാപ്പ് കൊടുത്തു. എന്നാ പിന്നെ എന്താ കുഴപ്പം? അയാളുടെ കൈയും പിടിച്ച് രണ്ടുപേരും സ്വർഗത്തിലേക്ക് പോയിക്കോ. മനസ്സിലായോ? അപ്പോ തൊട്ടപ്പുറത്തുള്ള ആള് നരകത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോവാതെ തടയപ്പെടാനുള്ള കാരണം എന്താ? അയാൾ ദുനിയാവിൽ വെച്ച് മറ്റൊരാളെ വേദനിപ്പിച്ചതാണ്. അയാളുടെ നന്മകളൊക്കെ തീർന്നു പോയിട്ടുണ്ട്. പക്ഷേ അയാളുടെ തിന്മകളിൽ ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യത അവിടെ ബാക്കിയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോവാതെ തടഞ്ഞു വെക്കപ്പെടുകയാണ്. ഈ സഹോദരൻ സ്വർഗത്തിലേക്ക് പോകുന്നത് ഇയാൾക്ക് മാപ്പ് നൽകലോടുകൂടി ഈ സഹോദരൻ സ്വർഗത്തിലേക്ക് പോയി. ആ മാപ്പ് ലഭിക്കലോടുകൂടി അയാളും സ്വർഗത്തിലേക്ക് പോയി. നീ എന്ത് ചെയ്തോ? മാപ്പ് നൽകിയില്ലേ? അയാളുടെ കയ്യും പിടിച്ച് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന വളരെ നീണ്ടൊരു ഹദീസ് നമ്മൾക്ക് പാഠമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുക. പ്രത്യേകിച്ചിട്ട് കുടുംബങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, പഠിക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമില്ലാതെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി, നാട്ടിൽ ഫിത്നകൾ ഉണ്ടാക്കി, ഫസാദ് ഉണ്ടാക്കി നടക്കുന്നതിന് പകരം അല്ലാഹുമ്മ ഇന്നക അഫ്വൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നിനക്ക് മാപ്പ് ഇഷ്ടമാണ്, ഞാനും മാപ്പിന് ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് നൽകണം. വൽയഅഫു വൽയസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യ്, നിങ്ങൾ മാപ്പ് നൽകി. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എങ്കിൽ നിങ്ങളും മാപ്പ് നൽകി. അള്ളാഹുവിന്റെ മാപ്പ് ആഗ്രഹിക്കുന്ന ആളുകൾ സമൂഹത്തിൽ എല്ലാവർക്കും മാപ്പ് നൽകുക. പിണങ്ങി നിൽക്കുന്ന ആളുകളോടൊക്കെ സലാം പറഞ്ഞ് നല്ലൊരു ബന്ധമുണ്ടാക്കി ലൈലത്തുൽ ഖദ്റിനെ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഉസീക്കും ബിദ്ദുആ, നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി ഉസ്താദുമാരോടും സയ്യിദന്മാരോടും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഉസീക്കും ബിദ്ദുആ. ജസാക്കുമുല്ലാഹു ഖൈർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.